നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ തനിക്ക് വയ്യേ? ഏയ് ഒന്നുമില്ല, സച്ചിന് വെറുതെ തോന്നുന്നതാ. എന്തേന്ന് ഓഫീസിൽ പോവാത്തെ? ഓ വയ്യടോ, ഒരു മൂടില്ല. ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കാന്നല്ലാതെ വേറെ എന്താ ഗുണം? ആ എങ്കിലേ നമുക്കൊന്ന് പുറത്തു പോവാം. ഒരു ഷോപ്പിംഗ്, ഒരു സിനിമ, ചെറിയൊരു കറക്കം. എന്തു പറയുന്നു? അത് ഇന്ന് എനിക്കൊരു സുഖം തോന്നില്ല സച്ചേട്ടാ. സച്ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോയിക്കോ, നമുക്ക് നാളെ പുറത്തു പോവാം. ഇന്ന് ഓഫീസിൽ പോവാതിരിക്കണ്ട, നാളെ ഉറപ്പായിട്ടും പോവാം. മുൻപൊക്കെ ഞാൻ ഓഫീസിൽ പോകുന്നില്ലെന്ന് പറയുമ്പോൾ തനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഇപ്പൊ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. തനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കത് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്ത് പ്രശ്നമായാലും പ്രതിസന്ധിയായാലും അതെല്ലാം വേഗം തീർത്തിട്ട് താൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഒരുമിച്ചുള്ള 6 മാസം ഞാനായിട്ട് നമ്മുടെ സന്തോഷത്തെ മാറ്റി നിർത്തി. ഇനി മുന്നോട്ട് അത് താനാകരുത്. എന്ത് കാര്യങ്ങളാണോ തന്നെ അലട്ടുന്നത് അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം. നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളെ ഇനിയും നമ്മളായിട്ട് തന്നെ നശിപ്പിക്കണ്ട. സച്ചേട്ടൻ പറഞ്ഞു ശരിയാ. ചില പ്രശ്നങ്ങളുണ്ട് എനിക്ക്, അതെല്ലാം എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതുവാ. അതില് ഏറ്റവും എന്റെ മനസ്സമാധാനം കളയുന്ന പ്രശ്നം കുറച്ച് വലുതാ. അതും ഉടനെ ഞാൻ പരിഹരിക്കും. പിന്നെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ല. എന്റെ കൈവിട്ട് പോകുന്ന തോന്നുന്ന നിമിഷം സച്ചേട്ടനോട് ഞാൻ എല്ലാം പറയാം. പുറകില് സച്ചേട്ടനുള്ള ധൈര്യത്തിലാ ഞാൻ എല്ലാത്തിനും ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന. അതെ മതി മതി, എന്തോ വലിയ യുദ്ധം ചെയ്യാൻ പോകുന്ന പോലാണല്ലോ സംസാരം. ബാക്കിയെല്ലാം മറന്നിട്ട് താൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്ക്. സച്ചേട്ടൻ എവിടേക്കാ? ഓഫീസിൽ പോകാൻ റെഡിയാവൻ. താനല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ബോറടിക്കുന്നൊക്കെ. എന്താ പോണ്ടേ? ആ പോണം. സച്ചേട്ടൻ പോയി റെഡിയാവാ, ഞാനേ കഴിക്കാൻ എടുക്കാം. താനതും കൊണ്ടെങ്ങോട്ടാ? സോറി. സച്ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ വാഷ്റൂമിലേക്ക്. ആ ടവല് ഞാൻ എടുത്തുതരാം. സച്ചേട്ടൻ പോയി കുളിക്കുക. വേഗം റെഡിയാവ, സമയായി, വൈകും. എങ്കിൽ ദയവായി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾക്ക് എത്ര രൂപ അനുപേട്ടം തരാനുണ്ടെങ്കിലും നാളെ ഞാനത് തന്നു തീർത്തിരിക്കും. നിങ്ങൾക്കതിൽ ഒരു സംശയവും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.